സംസ്ഥാനത്ത് 2365 കോടി രൂപ വകയിരുത്തി കേര പദ്ധതി നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കർഷകർക്ക് മികച്ച വിപണിയും ന്യായവിലയും ലഭ്യമാക്കാനാണ് കേര പദ്ധതി. 40 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കേര പദ്ധതി. കാർഷിക മേഖലയിൽ കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയതായും മന്ത്രി അറിയിച്ചു. കാലാവസ്ഥാനുസൃതവും സുസ്ഥിരവുമായ കൃഷി പ്രോത്സാഹിപ്പിച്ച് കർഷകർക്ക് മികച്ച വിപണിയും ന്യായമായ വിലയും ഉറപ്പാക്കാൻ സർക്കാർ 2365 കോടി രൂപ വകയിരുത്തി കേര പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസ് ട്രെയിനിംഗ് ഹാളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയതെന്നും 40 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് കൃഷിവകുപ്പ് നടപ്പാക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കേരയെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ കൃഷി രംഗവുമായി ബന്ധപ്പെട്ടിട്ട് പ്രൈമറി അഗ്രികൾച്ചറിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനും ദ്വിതീയ മേഖലയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിൽ നമുക്ക് മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞു. കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടാവുന്ന തരത്തിലേക്ക് എത്തി. വയനാട് ജില്ലയിൽ കാപ്പി കൃഷിക്കായി പ്രത്യേക പദ്ധതികളും കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് കേര പദ്ധതി മുഖേന സഹായം ലഭിക്കുക. 32,000 കർഷകർക്ക് 4 വർഷം കൊണ്ട് കാലാവസ്ഥ അനുയോജ്യമായ കൃഷിരീതികളിൽ പരിശീലനം നൽകും. വിപണനം, വളപരിചരണം, ജലസേചനം, ജലസംഭരണ സംവിധാനം, സാമ്പത്തിക സഹായം, ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ നഴ്സറികൾക്ക് സഹായം തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കാർഷിക മേഖലയിൽ കാലാവസ്ഥ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി 14 ജില്ലകളിലും നടപ്പിലാക്കി കഴിഞ്ഞു. ജനുവരി 15 വരെ ഇൻഷുറൻസ് പദ്ധതിയിൽ കർഷകർക്ക് ചേരാം. നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ടാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിഷ്കരിക്കപ്പെട്ട കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം എന്ന് ഗവൺമെൻറ് ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി പുനരവതരിപ്പിച്ച കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഒരു ഇൻഷുറൻസ് പദ്ധതി മാത്രമായിട്ട് നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഈ 2 പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. കുരുമുളക് കർഷകർ നേരിടുന്ന മഞ്ഞളിപ്പ് രോഗത്തിന് പരിഹാരം കാണാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെന്ററും കാർഷിക വകുപ്പും സംയുക്തമായി പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാഥമിക കൃഷിക്ക് പുറമെ സെക്കൻഡറി കൃഷിക്കും തുല്യ പ്രാധാന്യം കൃഷിവകുപ്പ് നൽകുന്നുണ്ട്. നാച്ചുറൽ ഫാമിംഗ് വ്യാപിപ്പിച്ചതിലൂടെ വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.